ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം. അരണി കടഞ്ഞെഴും അഗ്നി പോലെ ആരായ്വരിൽ ഇരുന്നതിരറ്റെഴും വിവേകം, പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയും അതിനിരയായിടുന്നു സർവം. മാനവസുഖമെന്ന മായാമൃഗത്തെ ഈ പ്രപഞ്ചത്തിൽ തേടി നടക്കുന്നവരെ കുറിച്ച് കഴിഞ്ഞ ശ്ലോകത്തിൽ ഗുരു പറയുകയുണ്ടായി. അഹന്ത ഇദന്തയിലാണ് സുഖം അന്വേഷണം നടത്തുന്നത്. എന്നിലെ അഹന്ത ബാഹ്യലോക വസ്തുക്കളിൽ നിന്ന് സുഖമാർജിക്കാൻ പലതരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. ഇഹസുഖങ്ങളാണ് ചിലർക്ക് വേണ്ടത്, പരസുഖമാണ് മറ്റു ചിലർക്ക് വേണ്ടത്. ഏത് സുഖത്തിനായാലും തനിക്ക് തോന്നും പ്രകാരമുള്ള വേലകളിൽ ഏർപ്പെടുന്നു. സുഖം തേടി ക്ലേശങ്ങൾ സഹിക്കുന്നു, സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നു. ഒടുവിൽ ഒരുവിധം സുഖം ലബ്ധമാകുന്നു. ഇത് ഏതുപോലെ എന്നാൽ പണ്ടുകാലത്തും ഇപ്പോൾ യാഗങ്ങളിലും അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാക്കുന്നത് പോലെയാണ്. അധരാരണിയിൽ ഉത്തരാരണി വെച്ച് കടയുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണത്തിന്റെ ഫലമായി അഗ്നി ജ്വലിച്ചുയരുന്നു. ഇതുപോലെ തന്നെ മായാമറ ബാധിച്ച അഹന്ത ലോകമാകുന്ന അരണിയിൽ സുഖത്തിനു വേണ്ടി കടയുമ്പോൾ ഒടുവിൽ നമുക്ക് വിവേകം ഉദിക്കും. ഇന്ദ്രിയപരമായ സുഖങ്ങൾക്ക് അപ്പുറമുള്ള സുഖത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉദിക്കുകയും ഒടുവിൽ ഒരു നാൾ ആ ജ്ഞാനാഗ്നിയിൽ തൃഷ്ണകൾ, വാസനകൾ എരിഞ്ഞടങ്ങുകയും ചെയ്യും. അതോടെ പരമമായ ചിതാകാശത്തിൽ സമ്പൂർണ്ണ ശോഭയോടെ സൂര്യബിംബം തിളങ്ങും. ആ സൗരാഗ്നിയിൽ എല്ലാം കത്തിയെരിഞ്ഞ് ഇല്ലാതാകുകയും പരമമായ ആ പ്രകാശം മാത്രം അവശേഷിക്കുകയും ചെയ്യും. ഇതാണ് ബോധത്തിന്റെ ഉണർവ്. അതോടെ സൂര്യൻ ഉദിച്ചാൽ എപ്രകാരമാണോ നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാകുന്നത്, അതുപോലെ മനസ്സിനെ മറയ്ക്കുന്ന എല്ലാ മറകളും എരിഞ്ഞ് ഇല്ലാതായി തീരും. ഇത് സംഭവിക്കുന്നത് ചിത് അമ്പരത്തിലാണ്. ചിത് അമ്പരത്തിൽ ആ ആത്മപ്രകാശം എപ്പോഴും വിളങ്ങി നിൽക്കുന്നുണ്ട്. എന്നാൽ വാസനാബന്ധിതരായ നാം അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. എപ്പോഴാണോ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ വെളിച്ചത്തിലേക്ക് ജീവന്റെ അരണി കടഞ്ഞ് ഉണരുന്നത്, അപ്പോൾ സാക്ഷാത്കാരം സാധ്യമാകുന്നു.